ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് നിത്യതയെപ്പറ്റി നോക്കാം. എന്താണ് ബൈബിൾ നിത്യതയെപ്പറ്റി പറയുന്നതെന്ന്. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. എന്നാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. പിന്നെ യോഹന്നാൻ്റെ തന്നെ 5:24 പറയുന്നുണ്ട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെയും ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്നുണ്ട്, ആ പുത്രനിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. പിന്നെ യോഹന്നാൻ്റെ തന്നെ 17:3 പറയുന്നുണ്ട്, ഏക സത്യദൈവമായ നിന്നെയും നിന്നെ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം നമ്മൾക്ക് കർത്താവിനെ യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പം പിന്നെ റോമറിൻ്റെ 6:23 പറയുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പം നമ്മൾ പാപം ചെയ്താൽ നമുക്ക് മരണം ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാം പാപികൾ. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് വഹിക്കും. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അതിൽ നമ്മൾ കർത്താവ് പറയുന്നത്. ഗലാത്യർ 6:8 പറയുന്നു, ജഡത്തിൽ വിശ്വസിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. അപ്പം നമ്മുടെ ഈ ജഡത്തിൽ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പം നമ്മളുടെ കർത്താവായ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആത്മാവ് ലഭിക്കും, ക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിക്കും. പിന്നെ സദാപ്രസംഗി 3 ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, 3:11, അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് നിത്യത വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെ നമ്മൾ വായിച്ചു. എങ്കിലും ദൈവം ആദിയോണ്ട് അന്ത്യം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഈ ലോകത്തിൽ വിശ്വസിക്കുന്നവർക്കത് കഴിവില്ല. അപ്പോൾ നമുക്ക് കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് ആ നിത്യജീവൻ ലഭിക്കും. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജ്ഞാനം ഉണ്ടായിട്ടോ ഒത്തിരി വിവരം ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് ആ നിത്യത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ നിത്യതയുടെ അവകാശികളായി മാറുവാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.